ഹായ് എല്ലാ കൂട്ടുകാർക്കും. ഇപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് രാവിലെ അറിഞ്ഞ മഴയാണ്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് വെളിയിലോട്ട് വന്നപ്പം എനിക്ക് ഹൃദയഭേദകമായൊരു കാഴ്ച കണ്ടു. ഹൃദയഭേദകമായൊരു കാഴ്ച എന്ന് പറയുമ്പം ഞാൻ അന്ന് നട്ട വാഴയുണ്ടല്ലോ, അപ്പോൾ ആ വാഴ അത് 5 നട്ടതിൽ ഒരു 3 എണ്ണത്തോളം 2-3 എണ്ണത്തോളം കുരങ്ങ് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ശരിക്ക് കിളിച്ച് വന്നായിരുന്നു. അപ്പോൾ അതിലൊരു വാഴ കിളിച്ച് വന്നിട്ട് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി, ഒരു പണിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാറ്റടിച്ച് പെടന്ന് വീണുപോയി. അതൊരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ വാഴ കാറ്റടിച്ച് പെടന്ന് നിൽക്കുക. അപ്പോൾ ഇത് കാറ്റടിച്ച് വീഴാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ ഞാൻ ആദ്യം കുഴിയെടുത്തിട്ട് അതിനകത്ത് വളമൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ വളം ഇട്ടിട്ട് പിന്നീട് അതിനകത്ത് മണ്ണൊന്നും വെട്ടിക്കോരിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് നേരെ നൂത്ത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് മണ്ണ് വെട്ടിക്കോരിയിടണം. വെട്ടിക്കോരിയിട്ടെങ്കിൽ മാത്രമേ അവൻ ബലത്തിൽ നിൽക്കത്തുള്ളൂ. കാരണം അതിൻ്റെ ആ കട്ടി കൊണ്ടാണ് ഇത് മൊത്തം പോയത്. കണ്ടില്ലേ, വളരെ നിരാശാജനകമായ കാഴ്ചയാണ്. എൻ്റെ അമ്മച്ചേ, കണ്ടില്ലേ ഗൈസ്, വളരെ സങ്കടകരമായൊരവസ്ഥ കണ്ടില്ലേ. എൻ്റെ വാഴ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. സത്യത്തിൽ ഇതിൻ്റെ ശരിക്കും ഞാൻ ഒരടി സ്ക്വയറിൽ കുഴിയെടുത്തിട്ട് അതിനകത്ത് കരിയിലയും പിന്നെ അതുപോലെ തന്നെ കരിയില ഇട്ട് നിറച്ച് പൊക്കിയിട്ട് പിന്നെ അതിന് ഈ വാഴ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് പുറത്തോട്ട് മണ്ണ് കോരിയിടുക ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇത് 2ാമത്തെ വാഴയാണ്. പക്ഷേ ആദ്യത്തെ വാഴ നട്ടുപിടിപ്പിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ രണ്ടെണ്ണം വെച്ച് പിടിപ്പിച്ചത്. ആദ്യത്തേത് 2 കുരങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. കണ്ടില്ലേ, ആ വാഴയുടെ കിടപ്പ് കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മണ്ണ് വെട്ടി കോരിയിടാനായിട്ട് ഞാൻ തുടങ്ങുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊച്ചു പിള്ളേരെയൊക്കെ നോക്കുന്നത് പോലെ ഈ വാഴയൊക്കെ നോക്കേണ്ടത്. കണ്ടില്ലേ, അതിൻ്റെ മൂട്ടിൽ കുറേ കാടും പടർപ്പും ഒക്കെ പടർന്നു പിടിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ മണ്ണ് വെട്ടിക്കോരിയിട്ടതിന് ശേഷം അത് തൈയായിരിക്കില്ലായിരുന്നു. അപ്പോൾ വളർന്നു വന്നപ്പം ഈ വെയിറ്റ് കൊണ്ട് അതിൻ്റെ മൂട്ടി മണ്ണില്ലാതെ ഇപ്പോഴെന്നും പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ടങ്ങ് ചാഞ്ഞു പോയതാ സംഭവം. എന്തോ ചെയ്യാനാന്ന് പറ. അങ്ങനെ ഞാൻ തൂമ്പായും ഒക്കെ എടുത്തുകൊണ്ട് വന്ന്, സത്യത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് പിന്നെ നിൽക്കും. അങ്ങനെ മഴ ഇത്തിരി ഒന്ന് തോന്നി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോഴും ചാറുന്നുണ്ട് ചെറുതായിട്ട്. മറ്റേ നല്ല കുത്തി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, അത് ആ മൂട്ടിൽ നമ്മൾ കാല് കൊണ്ട് ചവിട്ടിയാൽ തന്നെ അറിയാൻ പറ്റും. അതങ്ങ് താപ്പോട്ട് താഴും. കാരണം അത് കരിയില എല്ലാം അതിനകത്ത് കിടന്ന് ആളിഞ്ഞ് നല്ല കമ്പോസ്റ്റ് വളമായിട്ട് നിൽക്കുക അതിനടിവശം. പക്ഷെ അത് അങ്ങനെയാണ് ശരിക്കും വാഴ നട്ടു കഴിഞ്ഞാൽ കണ്ടോ, വെള്ളക്കുട്ടൻ അങ്ങനെ നിൽക്കുക. നമ്മുടെ കൂടെ കൃഷിപ്പണിക്ക് ഇറങ്ങിയതുപോലെ അവൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഈ പണി മൊത്തം ചെയ്യുന്നത്. അയ്യോ, അങ്ങനെ വാഴ ഞാനിങ്ങനെ നൂത്ത് വെച്ച് അതിൻ്റെ മൂട്ടി മൊത്തം മണ്ണ് വെട്ടിക്കോരിയിട്ട് നല്ല വൃത്തിയാക്കി. സത്യം പറഞ്ഞാൽ ഇത് ഒരു 2-3 ദിവസത്തേക്ക് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഈ വാഴ ഈ അവസ്ഥയിലാകത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് കിളിച്ച് കയറി വരുമോ എന്തോ, വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഈ മണ്ണ് അതിൻ്റെ ചുവട്ടിൽ വെട്ടിക്കോരിയിട്ട് പിന്നെ അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇനി അത് ബലക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് കിളിച്ച് മേപ്പോട്ട് കയറും തോറും പിന്നെ വീണ്ടും മണ്ണ് നമ്മൾ കോരി ഇട്ടുകൊണ്ടിരിക്കണം. കണ്ട, അവൻ്റെ ഭാവവും പരുവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഈ പണി മൊത്തം ചെയ്യുന്നതെന്ന് ഓടി. ഇത്തിരി കട്ടിപ്പണിയായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. കാരണം മണ്ണ് ഈ നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല വെയിറ്റാണ്. പക്ഷേ അത് നമുക്ക് കൊത്തി ഇളക്കാൻ എളുപ്പമാണ്, സൗകര്യമാണ്. പക്ഷെ കോരി അങ്ങോട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് മണ്ണിന്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ മഴ ചെറുതായിട്ട് നനഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും വേണ്ടില്ല. പക്ഷേ ഇത് ഇങ്ങനെ കിടക്കും തോറും ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മനപ്രയാസമാണ്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നമ്മൾ അങ്ങനെ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചു. കണ്ടില്ലേ, വാഴ ഞാൻ വീണ്ടും നൂത്ത് വെച്ച് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഴ നട്ട് കഴിഞ്ഞാൽ അത് കിളിച്ച് വരുന്നതിൻ്റെ അനുസരിച്ച്, അതായത് കിളിച്ചത് ഓരോ സ്റ്റേജിലെത്തുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് മണ്ണ് വെട്ടി കോരിയിട്ട് കൊടുക്കണം. കാരണം അത് വളരും തോറും താഴത്തെ നമ്മൾ വളവും അതേപോലെ തന്നെ ഇലയും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഒരു 1 അടി സ്ക്വയറിൽ അതിനകത്ത് പിന്നെ
കൂടുതലും കരിയിലകളിട്ട് ഫില്ല് ചെയ്താണ് ആ കുഴി നിറച്ചത്. അപ്പോൾ ആ കുഴിക്കകത്ത് ശരിക്കും മണ്ണ് വെട്ടി കോരിയിടുന്നത് ഈ തൈ ഒന്ന് കിളിച്ച് ഒരു ലെവലായി വരുമ്പം മണ്ണ് നമ്മൾ വെട്ടിക്കോരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതാണ് ഇപ്പോൾ എനിക്ക് ഈ വാഴ ചരിഞ്ഞു പോകാനുള്ള കാര്യം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, കാരണം ഞാൻ ഇത്രയും വളർന്നെന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഇത് പോവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമുക്ക് കൃഷി വികസന ഓഫീസിൽ നിന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടു തന്നാണ് ഒരു വളം, അതായത് ജൈവ വളമാണ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വളമെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ചുന്നരക്കുട്ടൻ വന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് എൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചോണ്ട് ഞാൻ അവനെ പിടിച്ചോണ്ടിരിക്കുക. ഇപ്പം വീഡിയോയിൽ അവൻ്റെ കുറേ കളികളും ഒക്കെ നമുക്ക് ഒന്ന് എടുക്കാമെന്ന് വെച്ച് പിടിച്ചതാണ്. ഇത് നമുക്ക് അഗ്രികൾച്ചറൽ ഫാമിൽ നിന്ന് സബ്സിഡി ആയിട്ട് കിട്ടിയ വളമാണ്. ഇതിൻ്റെ ബില്ല് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതായത് 1100 രൂപ, അതായത് 5 കിലോയ്ക്ക് അല്ല 20 കിലോയ്ക്ക് കിലോയ്ക്ക് 55 രൂപ വെച്ച് 20 കിലോയ്ക്ക് 1100 രൂപയാണ് എനിക്കായിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും 30% സബ്സിഡി ചെയ്താണ് അവർ തരുന്നത്. പിന്നെ ഞാൻ വളം കാണിച്ചു തരാം. ഇതാണ് കണ്ടില്ലേ, ഈ ചാക്കിനകത്ത് ഇത് 20 കിലോ ഉണ്ട്. 20 കിലോയുടെ ഒരു ചാക്കാണ്. ആ ചാക്ക് അവർ ഇവിടെ തന്നിട്ട് പോയതാ. ഞാൻ പൈസയൊക്കെ അടച്ചു. അത് ആദ്യമേ ഇവർ വന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീടാണ് അവർ ഇത് നമുക്ക് സപ്ലൈ ചെയ്തത്. ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ കൊണ്ടു തന്ന സാധനമാണ്. ആദ്യം വന്ന് വീട്ടിൽ നിന്ന് ഡെലിവറി എടുത്തുകൊണ്ട് പോയി, അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ നമുക്ക് എത്തിച്ചെന്ന സാധനമാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു വാഴയ്ക്കൊക്കെ ഓരോ കിലോ വെച്ച് ഇടാവൂ. അല്ലാതെ നമ്മുടെ ഈ തെങ്ങിന് 2 കിലോ, ബാക്കിയുള്ളതിനെല്ലാം കുറേശ്ശെ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. കുറേശ്ശെ ജൈവവളം, അത് ഈ ഇലകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന മുരടിപ്പ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇട്ടിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചതാണ് എങ്ങനെ ഉണ്ടാവും എന്ന്. ഇല്ല, നമ്മൾ അരിച്ചാക്കൊക്കെ പൊട്ടിക്കുന്നതല്ല. അങ്ങനെ നമ്മുടെ വളം സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ജൈവവളമാണ്. അപ്പോൾ ഇനി നമുക്കിത് പിന്നെ വാഴയ്ക്ക് 1 കിലോ വെച്ചും, അതേപോലെ തെങ്ങിന് ഒരു 2 കിലോയും, അതേപോലെ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ കുറേശ്ശെ നമുക്ക് വിതറി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വാഴയ്ക്കിടാം. ഈ കിലോ കണക്കൊക്കെ പറഞ്ഞെങ്കിലും തൂക്കാൻ എൻ്റെ കയ്യിൽ ഒരു പിന്നെ അതിനുള്ള സാധനങ്ങളൊന്നുമില്ല. തൂക്കാനുള്ള സംഗതികൾ, ത്രാസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ഒരു ഊഹത്തിന് ഒരു കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കപ്പിനൊരു എനിക്ക് തോന്നുന്നൊരു 4 കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു 2 കിലോ വരും. അപ്പോൾ അതുകൊണ്ട് വാഴയ്ക്ക് 1 കിലോ മതി. അപ്പോൾ വാഴയ്ക്ക് ഒരു 2 കപ്പ് മതിയാവും. 2 കപ്പെന്ന് പറഞ്ഞാലും അത് നിറച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം പകുതിയോളം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 3-4 ഇത്തിരി അയാൾ പറഞ്ഞത് ഇത്തിരി കൂടിയിരുന്നാലും വരെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ശരിക്കും ഇത് കായ്ഫലം ഉണ്ടാവാനും, അതേപോലെ പുഴുക്കുത്തൽ, ഈ ഇലയിലൊക്കെ പുഴു കുത്തത്തില്ലേ, അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനും പിന്നെ നല്ല പുഷ്ടിയിൽ വളരുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ്. ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ നല്ല പുഷ്പിച്ച് നല്ല ഭംഗിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ വാഴയ്ക്കൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത വാഴയ്ക്കൂടെ ഇട്ട് കൊടുക്കാം. വാഴയ്ക്കും തെങ്ങിനും എല്ലാത്തിനും നമുക്ക് ഇടാം. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പണി ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഴ ഇങ്ങനെ ഉറച്ചുറച്ച് വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പണി അങ്ങ് തീർക്കുക. ഇല്ലെങ്കിൽ ചിലപ്പം നനഞ്ഞ് നമ്മളുടെ ഊപ്പാട് വരും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പുറകിൽ നട്ടിരിക്കുന്ന 2 വാഴ, ഒരു വാഴയെ കാണാൻ പോലും പറ്റത്തില്ല. കണ്ടില്ലേ, ആ ചേമ്പ് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു വാഴ നിൽക്കുന്നത്. അതിനെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിനൂടെ കുറച്ച് വളം ഇട്ട് കൊടുത്തേക്കാം. നമുക്കെന്തായാലും ഒരു 2-3 ആഴ്ചയ്ക്കകം ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ പിന്നെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ പറ്റും. ഇത് പിന്നെ വേറെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളമല്ല, ജൈവവളം ആയതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത്തിരി ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ചെറിയ വാഴയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 5 വാഴയുള്ളതിൽ
കുരങ്ങ് അതും നശിപ്പിച്ചതാ. ഇപ്പം ഞാൻ ഇട്ട ചെറിയ വാഴയെ നശിപ്പിച്ചതാ. പിന്നെ നശിപ്പിച്ചിടത്തുനിന്ന് അവൻ തിരിച്ചു കയറി വന്നതാ. ഇത്രയും. അങ്ങനെ വാഴയുടെ വളവെടിയിലൊക്കെ കഴിഞ്ഞപ്പം വെല്ലക്കുട്ടൻ വീണ്ടും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താടാ നീ എൻ്റെ വീഡിയോ എടുക്കാത്ത എന്നായിരിക്കും അവൻ ചോദിക്കുന്നത്. കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്ന പോലെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇവനിങ്ങനെ വന്ന് നിന്നാലും ഉണ്ടല്ലോ പിന്നീട് ജാടയാണ്. കണ്ടേ, അയ്യോ ഇത് വേറൊരു ചെറിയ പ്രശ്നം കണ്ടില്ലേ, വീടിൻ്റെ പെയിൻ്റ് എല്ലാം എന്താ ഇതുപോലെ പല ഭാഗങ്ങളിൽ ഇളകിപ്പൊക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പണ്ട് വെള്ളം നനച്ചത് കുറഞ്ഞു പോയി, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. വാഴയ്ക്കിട്ടു, 2 വാഴയ്ക്ക് ഇട്ടു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചു, കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നു. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മുടെ വാഴ നശിക്കാതെ അവനെ നേരെ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഇല്ലെങ്കിൽ അതവിടെ കിടന്ന് നശിച്ചു പോകും. കാരണം മഴയായതുകൊണ്ടേ നമുക്ക് മഴയൊന്നും കാര്യമാക്കിയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇറങ്ങി അതങ്ങ് ചെയ്ത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സംഭവം ഇനി നല്ല കുട്ടപ്പനായിട്ട് കിളിച്ചോളും. അപ്പോൾ ഇനി വാഴ കിളിച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് കാണിച്ചു തരാം കേട്ടോ, വാഴ കിളിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബായ്.